ഭാരതത്തിൽ ജനിച്ച് ജീവിച്ച ഭഗവാൻ 64 ദിവസം വിദ്യ അഭ്യസിക്കാൻ പോയി. അവസാനം ഭഗവാൻ 8 ഭാര്യമാരില് ഭഗവാന് 10 കുട്ടികളുണ്ടായി. ഓരോ ഭാര്യമാരിൽ എത്രയാ? 10 കുട്ടികളുണ്ടായി. ആദ്യം കല്യാണം കഴിച്ച് രുക്മിണി, പിന്നെ കല്യാണം കഴിച്ച് ജാമ്പവതിയായിരുന്നു, മൂന്നാമതായിരുന്നു സത്യഭാമ കല്യാണം കഴിച്ചത്. അപ്പൊ അതിൽ ഈ ജാമ്പവതിയില് ഭഗവാന് ജനിച്ചിട്ടുള്ള പുത്രനായിരുന്നു സാമ്പൻ. എന്റെ പേര് സാമ്പൻ. സാമ്പൻ അപ്പൊ ഒരു ദിവസം ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മക്കളും ചെറുമക്കളും പേരക്കുട്ടികളും അഹങ്കാരത്തിന്റെ വക്താക്കളായി മാറി. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു, ഈ യാദവ കുലം നശിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും യാത്രയാവും. അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു അറിയോ? ഭഗവാന് തോന്നി, കലിയുടെ ആരംഭമായി തന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്റെ മക്കളും പേരക്കുട്ടികളും അഹങ്കാരത്തിന്റെ വക്താക്കളായി മാറിയപ്പോ അതിനൊരു നിമിത്തം എന്ന വണ്ണം സാമ്പൻ, ഭഗവാന്റെ ജാമ്പവതിയിൽ ജനിച്ച പുത്രൻ, ഒരു ദിവസം നാരദ മഹർഷി ഉൾപ്പെടെയുള്ള സപ്തർഷികൾ വരുന്ന നേരത്ത് ഒരു ഇരുമ്പൊലയ്ക്ക കൊണ്ട് ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ചു ഈ സാമ്പനെ കൊണ്ട്. എന്നിട്ട് ജ്ഞാനികളായ ആ മുനിമാരോട് ചോദിക്കുകയാണ്, ഇവൾ പ്രസവിക്കുന്നത് പുരുഷനോ സ്ത്രീയോ? സന്യാസി ശ്രേഷ്ഠന്മാർക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അയാളെ കണ്ടാൽ പറയാൻ തന്നെ അവഹേളിച്ചിട്ടുള്ള ഇവനെ ഒരു പാഠം പഠിപ്പിക്കാൻ സന്യാസിമാർ തീരുമാനിച്ചു. ഇവൻ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പൊലയ്ക്ക് എന്ന് പറയാം. ഇത് കേട്ട വഴിക്ക് എല്ലാവരും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത്, കൃഷ്ണ എന്ത് ചെയ്യണം? കൃഷ്ണൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്റെ പേര് പറഞ്ഞുകൊണ്ട് അഹങ്കാരികളായി മാറി. സാമ്പൻ പ്രസവിച്ചു കഴിഞ്ഞാൽ, ഇരുമ്പൊലയ്ക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭൂമിയുടെ നാശമായിരിക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ പൊടിപൊടിയായിക്കൊണ്ട് സമുദ്രത്തിൽ തള്ളാൻ പറയണം. അങ്ങനെ ആ സാമ്പൻ പ്രസവിച്ചിട്ടുള്ള ആ ഇരുമ്പൊലയ്ക്ക് വളരെ നേരിയ പീസാക്കിയിട്ടൊക്കെ കടലിൽ എറിഞ്ഞു. അതിലൊരു കഷ്ണം പൊടിഞ്ഞില്ല. അതൊരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ പിടിച്ച മുക്കുവൻ അത് നിന്നുവെച്ച ജരൻ എന്ന് പറയുന്ന വേടനും വിളിക്കുന്നു. ആരാണ് ഈ ജരൻ എന്ന് പറയുന്ന വേടൻ? ത്രേതായുഗത്തില് ശ്രീരാമന്റെ സമയത്ത് ബാലിയുടെ പുനർ അവതാരമാണ് ഈ ജരൻ എന്ന് പറയുന്ന വേടൻ. അപ്പൊ ബാലിക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. ആരോട് യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്യുന്ന ആളിന്റെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. അപ്പൊ ബാലി സുഗ്രീവനുമായിട്ട് വളരെ തെറ്റി. കാരണം രണ്ടുപേരും കൂടി ഒരു രാക്ഷസനെ കൊല്ലാൻ പോയപ്പോ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി ബാലി സുഗ്രീവനോട് വാതിൽ അടച്ചോളാൻ പറഞ്ഞു, മായാവിമാരാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് വരാത്തപ്പോ രക്തം വന്ന മരിച്ചെന്നോ ക്ഷീരം വന്ന എന്നാണെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ സുഗ്രീവൻ തിരിച്ചു പോന്നു. കുറെ കഴിഞ്ഞ് ബാലി വന്നിട്ട് സുഗ്രീവന്റെ ഭാര്യയെ പിടിച്ചിട്ടു. ജ്യേഷ്ഠന്റെയും മനുഷ്യന്റെയും ഭാര്യമാര് അമ്മയ്ക്ക് തുല്യമാണെന്ന് പറയും. ഇത് കണ്ടവയ്ക്ക് സുഗ്രീവന്റെ അടുത്ത് ശ്രീരാമചന്ദ്രൻ എത്തിയോടുകൂടി സുഗ്രീവനെ സഹായിക്കും. ധർമ്മം സുഗ്രീവന്റെ ഭാഗത്തായിരുന്നു. കാരണം ശ്രീരാമചന്ദ്രന്റെ രാമോ വിഗ്രഹവാൻ ധർമ്മ സേതു സത്യപരാക്രമ, ധർമ്മത്തിന്റെ മൂർത്തി ഭാവമായിരുന്നു ആര്? ശ്രീരാമചന്ദ്രൻ മൂർത്തി. അങ്ങനെ ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ പറയണ ആര്? സുഗ്രീവനോട്. എന്നിട്ട് ശ്രീരാമൻ ഒളിയപ്പെയ്തു. ബാലി ഒളിയപ്പെയ്ത് വീണോടുകൂടി മരിച്ചോടുകൂടി താര ചെന്നു ശ്രീരാമചന്ദ്രൻ, ഈ ശ്രീരാമചന്ദ്ര പ്രഭുവേ, അത് ധർമ്മത്തിന്റെ മൂർത്തി ഭാവാണെന്ന് പറയുന്നു. ഇപ്പൊ ചെയ്തത് ധർമ്മമാണ്. നേർക്ക് നേർ യുദ്ധം ചെയ്യാണ്ട്
ഒളിയമ്പെയ്ത് എന്ന് എന്റെ ഭർത്താവിനെ കൊന്നത് ഇത് ധർമ്മമാണോ? അതിന് മറുപടി ശ്രീരാമചന്ദ്രൻ എന്താ പറഞ്ഞാല്, താരെ ഞാൻ ചെയ്തത് ധർമ്മമാണ്, നിന്റെ ഭർത്താവ് ചെയ്തത് അധർമ്മമാണ്. ധർമ്മം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചിലപ്പോ അധർമ്മം ചെയ്യേണ്ടി വരും. ബാലിയോട് നേരിട്ട് ശ്രീരാമൻ യുദ്ധം ചെയ്ത ശ്രീരാമൻ ജയിക്കില്ല. കാരണം ശ്രീരാമന്റെ പകുതി ശക്തി അക്കൂട്ടും ബാലിക്ക് പ്ലസ് ബാലിയുടെ ശക്തി. അതുകൊണ്ടാണ് ഒളിയമ്പെയ്ത് കൊണ്ടത്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു ഭഗവാൻ, താരെ നിനക്കിത് വിശ്വാസമായില്ലെങ്കിൽ എന്റെ അടുത്ത അവതാരത്തില് നിന്റെ ഭർത്താവിന്റെ അമ്പ് കൊണ്ട് ഞാൻ സ്വർഗത്തേക്ക് പോകും, ശരീരം വലിയും. ആ ബാലിയുടെ പുനരവതാരമായിരുന്നു ജരൻ. അപ്പൊ ഈ കടലിൽ എറിഞ്ഞിട്ടുള്ള ഈ ഇരുമ്പ് ശകലങ്ങളെല്ലാം ഏരകപ്പൊരുകളായിട്ട് വരിക. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ തീരുമാനിക്കുകയാണ്, ഈ യാദവന്മാരെ ഒടുക്കിയിട്ടേ ഞാൻ ഇനി അടങ്ങും. എല്ലാ യാദവന്മാരോടും പ്രഭാസ തീർത്ഥത്തിൽ പോയി കുളിച്ചു വരാൻ പറയണം. പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കാൻ പോയ യാദവന്മാര് മദ്യം സേവിച്ചിരുന്നു. മദ്യത്തിന്റെ ലഹരിയില് അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, ജേട്ടൻ ആകെ ലഹളമായി. അവസാനം ആയുധങ്ങൾ ഇല്ലാണ്ട് വന്നപ്പോ ഏരക പുല്ലുമായിട്ടും തുടങ്ങി. ബാക്കി വന്നിട്ടുള്ള യാദവന്മാരെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി തോളോട് തോൾ ചേർത്തുകൊണ്ട് അടിച്ച് തകർക്കുക. അങ്ങനെ യദുകുല നാശം മുഴുവൻ തകർക്കും. ഇതാണ് രാവിലെ പാരായണം ചെയ്തത്. നാളെ സമയം കിട്ടില്ല പ്രഭാഷണം. അതിനുശേഷം ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനല്ല, ബലഭദ്ര സ്വാമിയാണ് സ്വർഗാരോഹണം. ബലഭദ്രൻ അവതരിച്ചിരിക്കുന്നത് എവിടെ നിന്നറിയോ? അനന്തനിൽ നിന്ന്. അനന്തൻ ആരാ? പാമ്പ. കാരണം ലക്ഷ്മണന്റെ പുനർ അവതാരാണ്. ലക്ഷ്മണന്റെ പുനർ അവതാരാണ് ആര്? ബലരാമസ്വാമി. അപ്പൊ ബലരാമസ്വാമി ആ ആത്മാവിനെ ആത്മാവിലേപ്പിച്ചുകൊണ്ട് ശരീരം വെടിയാണ്. അതിനുശേഷം ആ ദക്ഷിണഭാഗം ഗുരുവിന്മേൽ വെച്ച് ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ആ ഇരുമ്പ് ശകലം കൊണ്ടുണ്ടാക്കിയ അമ്പുമായി കൊണ്ട് മൃഗത്തെ നോക്കി വരുന്ന കാട്ടാളൻ മൃഗത്തിന്റെ ആകാരമായ ഭഗവാന്റെ ആ പാദം കണ്ട് പാദത്തെ ലക്ഷ്യമാക്കിയിട്ട് അമ്പയ്യാണ്. അമ്പെയ്ത് വയ്ക്ക് അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് കാട്ടാളന് മനസ്സിലായി, അയ്യോ ഭഗവാനെ, മാധവായ ചെയ്തുപോയേ, ഞാൻ ചെയ്ത അപരാധം ക്ഷമിക്കണേ വിഷ്ണു. കാട്ടാളൻ പറയാണ്, ക്ഷമാപണം ചെയ്യാണ്. അപ്പൊ പറയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, കാട്ടാള ഉദ്ദിഷ്ട, ഇത് എന്റെ വിധിയാണ്. നിന്റെ അമ്പ് കൊണ്ട് ഞാൻ ശരീരം വെടിയണമെന്ന് നിനക്ക് അങ്ങനെ ആ ജരൻ നേരെ മോക്ഷം ലഭി വൈകുണ്ഠത്തിലേക്ക് പോകും. ഉടനടി ഭഗവാനെ അന്വേഷിച്ചു വന്ന ദാരുകൻ തന്റെ തേരവിടെ ചെന്നു. ദാരുകനും ഭയങ്ങളോട് പോയി നിൽക്കുക. ഭഗവാൻ നോക്കി നിൽക്കുക. അതിനുശേഷം ഭഗവാൻ തന്റെ ആത്മാവിലേപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്യാണ്. അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് വൈകുണ്ഠത്തിൽ ഒരാളെ മാത്രം എടുത്തില്ല. ആരറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ആരെയാണ് കഥ? അർജുനന്റെ ഭാര്യ. അർജുനന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആരാ? ത്രേതായുഗത്തില് വിഭീഷണന്റെ പുത്രി ത്രിജട. ത്രിജട ആരാ? രാക്ഷസിയാണ്. രാക്ഷസി അവിടെ എടുക്കില്ല, വൈകുണ്ഠത്തിൽ എടുക്കില്ല. അതാണ് അർജുനോട് പറഞ്ഞ, അർജുന, ഇതിന്റെ ഭാര്യയെ സമുദ്രത്തിൽ തള്ളിയിട്ട് വാങ്ങുന്നു. തള്ളിയിട്ട് തിരിഞ്ഞു നോക്കരുത് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രാക്ഷസി ഇങ്ങനെ വരുന്നത്. അതിൻ്റെതാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചേക്കേറി വയ്ക്കുമ്പോൾ എന്താണ്, മൂത്തപുത്രൻ ഒരു കുടം തലയിൽ വെച്ചിട്ട് 3 പ്രദക്ഷിണം ഈ നടുവറ്റ് വെള്ളം കൊടുക്കുക. നമ്മുടെ കൂടെ ആരാ താമസിക്കുന്നത്? ഏത് രൂപമാണെന്ന് അറിയില്ലല്ലോ. ആ ചടങ്ങ് അതാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ കലിയുഗ രാജാക്കന്മാരാണ്. കലിയുഗ രാജാക്കന്മാരെ വെച്ചാൽ ഇനി കലിയുഗം ഒരു 4000 ചില്ലാനും വർഷമുണ്ട്. കലിയുഗത്തിലെ ഈ വൈശ്രവസിന്റെ എന്ന ഒരു കുമാരൻ ജനിക്കുന്നു. 5 വെള്ളക്കുതിരയുടെ മുമ്പിൽ വന്ന്
അധർമ്മികളെ വെട്ടിക്കൊല്ലുമെന്നാണ് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഉള്ളവൻ അങ്ങനെയല്ല പറയുന്നത്. ഭാഗവതം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കലിയുഗത്തിൽ നാമ സങ്കീർത്തനമായിട്ടാണ് കലിയുടെ അവതാരം. കാരണം കഴിഞ്ഞ ഭാഗവത സത്രമാല നമ്മുടെ തിരുവല്ലയിൽ എനിക്ക് കൽക്കി അവതാരമാണ് തന്നിരുന്നത്. കൽകിയുടെ നമ്മുടെ മനസ്സിലാണ്. കൽകി ഈ നമ്മൾ മനസ്സിൽ നാമ സങ്കീർത്തനങ്ങളെ കൊണ്ടാണ് കൽകി അവതരിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആ പാപങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അസൂയ, ആ മനസ്സിന്റെ കൽമഷങ്ങൾ മാറ്റിക്കൊണ്ട് ആ കലിയെ അവതരിപ്പിക്കണം എന്നാണ് പറയുന്നത്. കലിയുഗ രാജാക്കന്മാർക്ക് ശേഷം നമുക്ക് മാർക്കാണ്ഡേയ ചരിതമാണ് വിസ്തരിച്ച നാളെ പാരായണം. അപ്പൊ രാവിലെ കൃത്യം 7:30 മണിക്ക് ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. പറ്റുകയാണെങ്കിൽ നാളെ ഒരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും മതി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മനസ്സിലായോ? അതായത് ഭഗവാന്റെ വേർപെടുന്ന സമയത്ത് നിങ്ങളത് വേണ്ടതാണ്. അവിടെ നല്ലൊരു ഈ അവതാരം അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ട്. ആ അവതാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിനുശേഷം മാർക്കാണ്ഡേയ ചരിതം 2.5 മണിക്കൂർ വായിക്കാറുണ്ട്. മൊത്തം 11 മണിക്ക് അവസാനിപ്പിക്കുന്ന ഇതൊക്കെ ഏകദേശം പറയാനേ പറ്റുന്ന കാര്യത്തെ തീരുമാനിച്ച സമയത്ത് പറ്റും. ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യത. അതിനുശേഷം നമ്മുടെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ നമ്മുടെ അയ്യപ്പന്റെ കുളത്തിൽ പോയിട്ട് സ്നാനം ചെയ്ത് തിരിച്ച് 12:45 കൂടി നമ്മൾ ദീപം അകത്തേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വർഷത്തെ നല്ല ഒരു സപ്താഹമായിരുന്നു. ഉള്ള ആൾക്കാരൊക്കെ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള അവസരം ഉണ്ടായി. വൈകുന്നേരം ഉണ്ടായിരുന്നു. വളരെ അപ്പം നാളെ മാർക്കാണ്ഡേയത്തിന്റെ കഥ നാളെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കഥകളെ കൂടുതലൊന്നും പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അതൊക്കെ എങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രം മലയാളം ആവുകൊണ്ട്, കിളിപ്പാട്ടാവുകൊണ്ട് ആ കഥകളൊക്കെ നമുക്ക് അറിയാം. ഈ സപ്താഹം കൊണ്ട് ഉദ്ദേശിച്ചത് 7 ദിവസം ഒരു കൂട്ടായ്മ അല്ലേ? ഈ പരസ്പരം കാലം അങ്ങനെയാണല്ലോ. എന്തൊക്കെ വിദ്വേഷം ഉണ്ടെങ്കിലും ശരി, ഇവിടെ വരുമ്പോൾ ഒരു കൂട്ടായ്മ വരുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനം. ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഏകീകരിക്കാനാണ് ഇത്തരം സപ്താഹങ്ങൾ നടക്കുന്നത്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൂതനാഥ സദാ സർവഭൂതദയാ രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ.
കരയും ഇന്നാണ് പറയാൻ വൈകാതെ കണ്ണാടി പൊന്നോടത്തരുവിൽ തരുക കണ്ണാടി പൊന്നോടത്തരുവിൽ തരുക മാനസലോല മറുപകവന്ന സത്യസ്വരൂപന്റെ സത്യസ്വരൂപന്റെ സപ്തദിനങ്ങൾ കഴിഞ്ഞപ്പോഴെന്നുള്ളിൽ സച്ചിദാനന്ദ സ്വരൂപം കണ്ടു സച്ചിദാനന്ദ സ്വരൂപം സത്താകം കേൾക്കുവാൻ സത്യസ്വരൂപന്റെ കണ്ടു. ഗോവിന്ദ മധ്യത്തിൽ നിൽക്കുന്ന കണ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ട പോലെ ഗോവിന്ദ മധ്യത്തിൽ നിൽക്കുന്ന കണ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ട പോലെ ഗോവിന്ദനാമം ജയിച്ചു പോയി.
സത്താക്കൻ കേൾക്കുവാൻ പോയപ്പോൾ ഞാൻ സത്യസ്വരൂപന്റെ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ബാലക ഗോപാല കൃഷ്ണ നീ കനിടണോ ഗോവിന്ദ ഗോവിന്ദ ഗോപാല ബാലക ഗോപാല കൃഷ്ണ നീ കനിടണോ സത്യസ്വരൂപീ സത്യസ്വരൂപന്റെ രാധിക നായക രാധികലോചന ഗോപിക വല്ലഭ ഗോപവദന രാധിക നായക രാധികലോചന ഗോപിക വല്ലഭ ഗോപവദന ഗോക്കളെ മേച്ചു നടക്കുമ്പോഴെങ്കിലും ഗോക്കളെ മേച്ചു നടക്കുമ്പോഴെങ്കിലും ഗോപവദനില്ലേ ഗോപവദനില്ലേ ഗോപിലേ സത്താക് കേൾക്കുവാൻ പോയപ്പോൾ സത്യസ്വരൂപന്റെ സപ്തദിനങ്ങൾ കഴിച്ചപ്പോൾ സച്ചിദാനന്ദ സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപം സത്താക് കേൾക്കുവാൻ പോയപ്പോൾ ഞാൻ സത്യസ്വരൂപന്റെ
തിരുക്കടയിൽ എത്തുമ്പോൾ അൻപതിലേറ്റു കയറിയ ഞങ്ങൾ തിരുക്കടയിൽ എത്തുമ്പോൾ ആവേശത്താൽ ഞങ്ങളേറ്റും സ്വാമി ചരണം അയ്യപ്പ സ്വാമി ചരണം അയ്യപ്പ പരമപവിത്രമകാമേ വലയിൽ അയ്യപ്പ സ്വാമി ദർശിക്കാം പ്രഭവിടുന്നു മണ്ഡലത്തോട്ടു അയ്യപ്പൻ വാദങ്ങൾ അയ്യപ്പൻ വാദങ്ങൾ. മണ്ണാറശാലയിലുള്ളൊരു നഗരകഥേ കൈകൊടുത്തേ മണ്ണിനും പിന്നിലുമെല്ലാം നഗരയൊന്നേ കൈകൊടുത്തേ മണ്ണാറശാലയിലുള്ളൊരു നഗരകഥേ കൈകൊടുത്തേ മണ്ണിനും പിന്നിലുമെല്ലാം നഗരയൊന്നേ കൈകൊടുത്തേ ഉള്ളോത്തി കൂടും വെച്ചു ഉള്ളുവന്തിമയുണിത്തി ഉള്ളിലുള്ള സങ്കടമെല്ലാം നിന്നിൽ ഞാൻ സമർപ്പിച്ചു ഉള്ളോത്തിക്കൂടം വെച്ചു ഉള്ളുവന്തിമയുണിത്തി ഉള്ളിലുള്ള സങ്കടമെല്ലാം നിന്നിൽ ഞാൻ സമർപ്പിച്ചു മണ്ണാറശാലയിലുള്ളൊരു നഗരകഥേ കൈകൊടുത്തേ മണ്ണിനും പിന്നിലുമെല്ലാം നാരായൊരേ കൈകൊടുത്തേ സർപ്പയക്ഷിയമ്മയ്ക്കോ മകയക്ഷിയമ്മയ്ക്കോ ശ്രീനാഗചാമുണ്ടിക്കും നിലവറമുത്തച്ഛനും ശ്രീ സർപ്പയക്ഷിയമ്മയ്ക്കോ മകയക്ഷിയമ്മയ്ക്കോ ശ്രീനാഗചാമുണ്ടിക്കും നിലവറമുത്തച്ഛനും കവുകളിൽ കുടികൊള്ളു മകൾക്ക് കൈകൊള്ളുന്നേ രക്ഷകർക്കു കൈകൊള്ളുന്നേ കാവുകളിൽ കൂടികൊള്ളും മകൾക്കു കൈകൊള്ളുന്നേ രക്ഷകർക്കു കൈകൊള്ളുന്നേ ജയ 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 നാഗദൈവമേ നമോ നമഃ ജയ 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 നാഗദൈവമേ നമോ നമഃ മകരജ സർപ്പയക്ഷിവര മകരജ സർപ്പയക്ഷിവര മണ്ണാറശാലയിലുള്ളൊരു നഗരകഥേ കൈകൊടുത്തേ മണ്ണിനും പിന്നിലുമെല്ലാം നാരായൊരേ കൈകൊടുത്തേ മൺകുടം കൊട്ടുമ്പോൾ പാവങ്ങളുടേനോ മണ്ണിലടിക്കുമ്പോൾ മോക്ഷങ്ങളുടേനോ മൺകുടം കൊട്ടുമ്പോൾ പാവങ്ങളുടേനോ മണ്ണിലടിക്കുമ്പോൾ മോക്ഷങ്ങളുടേനോ പാടുന്ന നാവുകൾക്കും കേൾക്കുന്ന കാവുകൾക്കും പാടുന്നനാവുകൾക്കും കേൾക്കുന്നനാവുകൾക്കും കാലദോഷങ്ങൾ ജയ 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 നാഗദൈവമേ നമോ നമഃ ജയ 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 നാഗദൈവമേ നമോ നമഃ മകരജ സർപ്പയക്ഷിവര മകരജ സർപ്പയക്ഷിവര മണ്ണാറശാലയിലുള്ളൊരു നഗരകഥേ
സമർപ്പിച്ചു പൊള്ളുവൻ വിലയിരുത്തി ഉള്ളിലുള്ള സകലമെല്ലാം എങ്കിൽ ഞാൻ സമർപ്പിച്ചു ഉള്ളോത്തിക്കൂടം വെച്ചു പൊള്ളുവൻ വിലയിരുത്തി ഉള്ളിലുള്ള സകലമെല്ലാം എങ്കിൽ ഞാൻ സമർപ്പിച്ചു മഹാശാലയിലുള്ളൊരു മകനല്ലേ മണ്ണിലും ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത അംബികേ ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത അംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ Mayan ni ti pirata bayani handa
തുടങ്ങി അമ്മ അഖിലാണ്ടേശ്വരി സിംഹാസനേശ്വരി ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരിയോ ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരിയോ ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോ ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരിയോ ഹരികേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോ ഹരിസുന്ദര നന്ദമുകുന്ദ ഹരിനാരായണ ഹരിയോ वनमाली मुरलीधारी गोवर्धन गिरिवरधारी वनमाली मुरलीधारी गोवर्धन गिरिवरधारी मित कर्मा कर चोरी गोपी मंदारी चोरी गोपी मंदारी हरिसुंदर नंदमुकुंद हरिनारायण हरियो हरिसुंदर नंदमुकुंद हरिनारायण हरियो वनमाली मुरलीधारी गोवर्धन गिरिवरधारी वनमाली मुरलीधारी गोवर्धन गिरिवरधारी वनमाली मुरलीधारी गोवर्धन गिरिवरधारी गोपी मंदारी आओ रे गोकुल के प्यारे आओ रे गोकुल के प्यारे आओ रे नाचो रे बांसुर चावे आओ रे नाचो रे बांसुर चावे हरिसुंदर नंदमुकुंद हरिनारायण हरियो हरिकेशव हरि गोविंद हरिनारायण हरियो हरिसुंदर नंदमुकुंद हरिनारायण हरियो हरिनारायण हरियो गोपाल गोपाल श्याम गोपाल 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 श्याम गोपाल 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 श्याम गोपाल 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 श्याम गोपाल मुरली गानलोला गोपाल देवकी नंदन सुंदर वेणुगोपाल देवकी नंदन सुंदर वेणुगोपाल देवकी नंदन सुंदर वेणुगोपाल देवकी नंदन सुंदर वेणुगोपाल ओ राधे 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 गोपाल ओ राधे 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 गोपाल 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 श्याम गोपाल
മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗോപി യമുനാ തീര വിഹാരി വൃന്ദാവന കുഞ്ച വിഹാരി യമുനാ തീര വിഹാരി വൃന്ദാവന കുഞ്ച വിഹാരി യമുനാ തീര വിഹാരി വൃന്ദാവന കുഞ്ച വിഹാരി യമുനാ കുഞ്ച വിഹാരി വൃന്ദാവന കുഞ്ച വിഹാരി നന്ദവന സഞ്ചാരി ഗോപി ഗോപാല നന്ദവന സഞ്ചാരി ഗോപി ഗോപാല ഓ രാധേ 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 ഗോപാല ഓ രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ഓ രാധേ 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 ഗോപാല ഓ രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കമല കൃഷ്ണ കങ്കണ കരയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥലധര കുവലയദള നീല ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധ സ്വരൂപ ജയ ജയ ഭാഗവത നവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ജയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധ സ്വരൂപ ജയ ജയ കൃഷ്ണ ഗോപി ജനരമണ കോമള പല്ലവ സുന്ദര ചരണ ഗോകില മധുവചന ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത जय जगदीश हरे कृष्ण जय जगदीश हरे जय जगदीश हरे कृष्ण जय जगदीश हरे जय गुरु मारुत मंदिर
ഭാഗവനാഥ ജയ ജഗദീശ ഹരേ ദേവ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത ദേവ ജയ ജയ ഭാഗവത വനമാലി വാസുദേവ വനമോഹന രമണ ശശിവദന സരസിജനയന ജഗന്മോഹന രമണ കടലിൽ പള്ളി കൊണ്ട് പരമരാധാരമണ ഭക്തരെ കൊതി തീർക്കും ശ്രീരംഗാരാധാരമണ വനമാലി വാസുദേവ വനമോഹന രാധാരമണ ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ ഗണയുണ്ട മാധവനേ കണ്ണാനി രാധാരമണ വെടുമ്പരം തന്നിടുവാൻ ശ്രീരംഗരാധാരമണ വനമാലി വാസുദേവ വനമോഹന രാധാരമണ ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രണധീര രാമചന്ദ്ര രഘുവീര രണധീര രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര രഘുവീര രണധീര രാമചന്ദ്ര രഘുവീര രഘുരാമ പരധാമ രഘുരാമ പരധാമ രഘുരാമ പരധാമ രഘുരാമ പരധാമ രഘുരാമ 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 രാമചന്ദ്ര വിതലേ ഹരി പണ്ഡരി കുല വിതലേ 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 വിതല 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 ഗോപാല വിട്ടല വിട്ടല ഗോപാല വിട്ടല 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 ഗോപാല വിട്ടല വിട്ടല ഗോപാല വിട്ടല 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 ഗോവിന്ദ വിട്ടല 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 ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഗോപാല ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാമചന്ദ്ര വിട്ടല ഹരി വന്ദരി കുല വിട്ടലേ രാമചന്ദ്ര വിട്ടലേ ഹരി വന്ദരി കുല വിട്ടലേ കദളി പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ കദളി പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ കദളി പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ രാമഭക്ത ഹനുമാനേ ശിവഭക്ത ഹനുമാനേ ശിവഭക്ത ഹനുമാനേ വിഷ്ണുഭക്ത ഹനുമാനേ ശിവഭക്ത വിഷ്ണുഭക്ത ഹനുമാനേ കദളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ ഓടി ഓടി ഓടിയ ഹനുമാനേ വരളിയ ഹനുമാനേ
കഥളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ ഓടിച്ചാടി ഓടിയെത്തിയ ഹനുമാനേ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ പച്ചമയിൽ വാഹനമേ നീ പിച്ച പിച്ച വാമുരുക പച്ചമയിൽ വാഹനമേ നീ പിച്ച പിച്ച വാമുരുക ഗണപതി സോദരനേ ഗണപതി സോദരനേ വള്ളി വരാടമേ വാ രാധാരമണ മുകുന്ദമുരാരേ ശരണം ഹേ ഭവചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം ഹേ ഭവചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം ഹേ ഭവചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം ഹേ ഭവചരണയുഗം പരതിയിൽ വാസ സുബ്രഹ്മണ്യ ശരണം ഹേ ഭവചരണയുഗം കലിയുഗ വരദ ശ്രീ ശബരീശ ശരണം ഹേ ഭവചരണയുഗം ശരണം ഹേ ഭവചരണയുഗം ധാരി തരി കിടതി കുന്നിത പുരതാരേ ചിത്താരി ഭീം തരി കിടതി കുന്നിത പുരതാരേ ധാരി തരി കിടതി കുന്നിത പുരതാരേ ചിത്താരി ഭീം തരി കിടതി കുന്നിത ചിത്താരി ഭീം തരി കിടതി കുന്നിത പുരതാരേ തത്താരി തത്തരി കിടതി കുന്നിത പുരതാരേ ചിത്താരി ഭീം തരി കിടതി കുന്നിത പുരതാരേ തുമ്പിക്കൈയാടി ഒറ്റക്കൊമ്പിളക്കി തുമ്പിക്കൈയാടി ഒറ്റക്കൊമ്പിളക്കി തുമ്പിക്കൈയാടി ഒറ്റക്കൊമ്പിളക്കി നടമാടും തുമ്പിക്കൈയാടി ഒറ്റക്കൊമ്പിളക്കി നടമാടും ആനന്ദ ഗണപതിയേ ഇമ്പം ചേർക്കണേ തമ്പുരാനേ തുമ്പം പോകണേ എൻ പുരാനേ ഇമ്പം ചേർക്കണേ തമ്പുരാനേ തുമ്പം പോകണേ എൻ പുരാനേ
വിടപുരതാരേ ഇത്താരി ഭിതരി വിടധി കുധി വിടപുരതാരേ തത്താരി തത്തരി വിടധി കുധി വിടപുരതാരേ ഇത്താരി ഭിതരി വിടധി കുധി വിടപുരതാരേ देवी सरस्वती वागर्थदायिनी सारस्वतमे ज्ञानाम्बिके देवी सरस्वती वागर्थदायिनी सारस्वतमे वस वस सोदा मम निलये सुखं वस वस सोदा मम निलये सुखं बाहुग साधु मदे बाहुग साधु मदे बाहुगा
ബോധിക്കേണം ഹൃദവും മധുഗുണവും ക്ഷീരവും നിനക്കധീനം ഹൃദവും മധുഗുണവും ക്ഷീരവും നിനക്കധീനം ഭജിക്കണം ഭൂസുരരെ ഭുജിപ്പിക്കേണം ഭജിക്കണം ഭൂസുരരെ ഭുജിപ്പിക്കേണം എന്നെ രക്ഷിക്കയെന്നു ചൊന്നാലുപേക്ഷിക്കുന്ന എന്നെ രക്ഷിക്കയെന്നു ചൊന്നാലുപേക്ഷിക്കുന്ന എന്നുടെ കുലത്തിലുണ്ടോ എന്നുടെ കുലത്തിലുണ്ടോ ബാഹുഗസാധുമതേ ബാഹുഗസാധുമതേ ഇവനു ജീവരനൻ ഇവനു മാഷ്ണേയൻ ഇവനു ജീവരനൻ ഇവനു മാഷ്ണേയൻ ഇവരിരുവരും മമ സാരഥികൾ ഇവരിരുവരും മമ സാരഥികൾ ഇവരുടെ ഗൃഹം തന്നെ നിനക്കും ഗൃഹമാലിക ഇവരുടെ ഗൃഹം തന്നെ നിനക്കും ഗൃഹമാലിക ഇവ നല്ല സൗജന്യമാരിധികൾ ഇവ നല്ല സൗജന്യമാരിധികൾ പകലോ മഹാരസത്തിൽ പാകവൈയഗ്രമല്ലോ പകലോ മഹാരസത്തിൽ പാകവൈയഗ്രമല്ലോ നിശിപോൽ നിലയനെ വാഴമീ നിശിപോൽ നിലയനെ വാഴമീ ബാഹുഗസാധുമതേ ബാഹുഗസാധുമതേ പൂമകളേതായൻ കുറത്തി പൊൻകുടമേന്തി അങ്ങുടൂരെ പിച്ചിപ്പൂവുള്ള പുതച്ചിപ്പൂ വന്നാരം നല്ല കറുകയും വെച്ചിട്ടുണ്ടേ നല്ല കറുകയും വെച്ചിട്ടുണ്ടേ പൂമകളേതായൻ കുറത്തി പൊൻകുടമേന്തി അങ്ങുടൂരെ പിച്ചിപ്പൂവുള്ള പുതച്ചിപ്പൂ വന്നാരം നല്ല കറുകയും വെച്ചിട്ടുണ്ടേ നല്ല കറുകയും വെച്ചിട്ടുണ്ടേ ചേലായിൽ പുള്ളിയുണ്ട് പൂഞ്ഞോറിയുണ്ട് ചേലോത്ത കമ്മലുണ്ട് കല്ലുമാലയുണ്ട് കല്ലുമാലയുണ്ട് ചേലായിൽ പുള്ളിയുണ്ട് പൂഞ്ഞോറിയുണ്ട് ചേലോത്ത കമ്മലുണ്ട് കല്ലുമാലയുണ്ട് കല്ലുമാലയുണ്ട് നാരിരൂപം പൂർവദേവൻ പാരിതിൽ ചന്ദ്രം സ്വാമി വന്നു പിറന്നിടാൻ നേരമായി കാന്ത സ്വാമി വന്നു പിറന്നിടാൻ നേരമായി കാന്ത മോഹിനി തൻ വേഷമതിൽ മോഹമേറ്റം വളർന്നപ്പോൾ ഭാരം മാറിയിലണച്ചമ്മോ ഉണർന്നു
ഗീതം പാടി ഞങ്ങളിച്ഛയോടെ കളിച്ചിടാം നൽചൂവടായി വീടങ്ങണേ അയ്യനയ്യപ്പ നൽചൂവടായി വീടങ്ങണേ അയ്യനയ്യപ്പ 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 നാരിമണി മരണി നിരത്തെ ശ്രീമണി കണ്ഠ ചരിതമടാൻ നാരിമണി മരണി നിരത്തെ ശ്രീമണി കണ്ഠ ചരിതമടാൻ എന്തൊരു ചന്തം ചുവിടും നല്ല വദനം സന്തതം കാന്തി പൊടിഞ്ഞും പന്യമീ സുന്ദര രൂപം എന്തോ പന്തള രാജനിങ്ങന്തര വന്നിതു പന്തള രാജനിങ്ങന്തര വന്നിതു കാതര മധ്യേ സന്തതിയായി കാതര മധ്യേ സന്തതിയായി അമ്മ തന്റെ അഭിയകറ്റിടാനായി ചെമ്മെ പുലിപ്പാലു വേണമത്രേ അമ്മ തന്റെ അഭിയകറ്റിടാനായി ചെമ്മെ പുലിപ്പാലു വേണമത്രേ കാട്ടിലടഞ്ഞും പുലിതൻ കൂട്ടിലടഞ്ഞും കാലിനായി കാട്ടിലടച്ചും മന്ദമായി ചേർക്കു പിടിച്ചും ഊർജമായി ഇറ്റപ്പുലി പുറത്തേറിയടഞ്ഞും ഇറ്റപ്പുലി പുറത്തേറിയടഞ്ഞും ഉള്ളിലായി വാഴും ശബരിനാഥ ഉള്ളിലായി വാഴും ഭൂതനാഥ ഉള്ളിലായി വാഴും ശബരിനാഥ ഉള്ളിലായി വാഴും ഭൂതനാഥ ഭൂതനാഥനായി വാഴ്ക ഭൂതലേ വരികയരികിലായി തരിക മംഗളം ശുദ്ധരാഗമീ മധ്യമാവതി മംഗളപ്രിയം രാഗലോലുപം ശുഭപുരത്തിടും മംഗളമൂർത്തേ ദക്ഷിണാമൂർത്തേ മംഗളം ശുദ്ധരാഗമീ മധ്യമാവതി നർത്തനപ്രിയം രാഗലോലുപം സർവമംഗളം നിത്യമംഗളം മംഗളം ജയമംഗളം മംഗളം ജയമംഗളം മംഗളം ജയമംഗളം കക്കാട്ടു ശ്രീലകം തന്നിൽ വാഴും വിഘ്നേശ്വര കാത്തരുളിടേണം വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടേ അച്ചിത്തെ വന്നു വിളങ്ങിടേണം മലരും തമിഴും കദളിപ്പഴം കൊട്ടത്തേങ്ങയും ശർക്കരയും ഒറ്റപ്പം പിന്നെ അങ്ങുണ്ടിയപ്പം എല്ലാം പൂജിക്കെന്നെ പൊന്നുണ്ണിയേ ഭക്തതൻ വിഘ്നമൊഴിച്ചിടുന്ന പാർവതി നന്ദന വാഴ്ക വാഴ്ക സേവിപ്പോർക്കാനന്ദം നൽകിടുന്ന പരമേശ്വര പുത്ര വാഴ്ക വാഴ്ക പരമേശ്വര പുത്ര വാഴ്ക വാഴ്ക ബ്രഹ്മപതി ദേവി ശ്വേതഭരധരെ വാണി ഭഗവതി കൈതൊഴുന്നേ കൊല്ലൂരിൽ വാഴുന്ന മുഖസൂര ഹരേ വീണാവാണി കൈതൊഴുന്നേ മനശികാ
ശ്രീലകം വാഴും മാനവർക്കെല്ലാം അഭയദായി മൂകരായി വന്നു നിൻ സവിധത്തിലെത്തി മൂകാംബികേ നിന്നെ വണങ്ങുന്നേ മാതൃസദൃശയായി ശ്രീലകം വാഴും മാനവർക്കെല്ലാം അഭയദായി മൂകരായി വന്നു നിൻ സവിധത്തിലെത്തി മൂകാംബികേ നിന്നെ വണങ്ങുന്നേ മഹിഷമർദിനി അമ്മേ ദേവി മൂകാംബികേ അമ്മേ ദേവി മഹിഷമർദിനി അമ്മേ ദേവി മൂകാംബികേ ചന്തമേറുന്നൊരു പട്ടുടുത്തും രക്തചന്ദനം കുങ്കുമം തരിവളയും ചാർത്തി ചന്തമേറുന്നൊരു പട്ടുടുത്തും രക്തചന്ദനം കുങ്കുമം തരിവളയും ചാർത്തി ചമയങ്ങളോടെ ചണ്ഡികാഹോമത്തിൽ ചാരവേദർശനം കേകുന്നു മൂകയായി ചമയങ്ങളോടെ ചണ്ഡികാഹോമത്തിൽ ചാരവേദർശനം കേകുന്നു മൂകയായി മൂകാംബികേ ദേവി അഭയകാരിണി മൂകാംബികേ ദേവി ഭക്തിയും ശക്തിയും വിദ്യയും നീയേ ആസുരകാന്തിതൻ ഭവവും നീയേ ഭക്തിയും ശക്തിയും വിദ്യയും നീയേ ആസുരകാന്തിതൻ ഭവവും നീയേ ഭക്തഹൃദന്തത്തിൽ തുടിതാളം കൊട്ടിനി ഭാവമനോഹരി നൃത്തമാടൂ ഭക്തഹൃദന്തത്തിൽ തുടിതാളം കൊട്ടിനി ഭാവമനോഹരി നൃത്തമാടൂ ഭക്തിദായിനി അമ്മേ അന്നദായിനി ഭക്തിദായിനി അമ്മേ അന്നദായിനി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ ദേവി മൂകാംബികേ കനയന്റെ കേളശോധേ ചെയ്തിടും സാഹസം മകനേറ്റം വിരുദ്ധനായി പ്രാണവും അവനൊട്ടു മാനവുമില്ല ചിരവും പകലും അവനിവിടെ വന്നിരിക്കും കയ്യും എണ്ണയും പാലും അവനു ഞാൻ കൊടുക്കും ചിരവും പകലും
തിന്നോ മണ്ണു തിന്നോ മണ്ണു തിന്നോ കണ്ണ വെണ്ണ തന്ന മൂക്കോളം ഞാൻ മണ്ണു തിന്നതെന്തേ കൂടുതെറ്റി കാട്ടിൽ പോയി കാട്ടിയതെന്തുണ്ണി കണ്ണുരുട്ടി കാണിച്ചപ്പോഴുണ്ണി കണ്ണടച്ചു തിന്നമമ്മ യശോദയാ
ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും പൊത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാടി വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും പൊത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാടി വിളയാടൂ നിന്നുള്ളിൽ വിളയാടൂ തുളസിക്കഥ